പറഞ്ഞു ഇപ്പോൾ ഡെയിലി 1 hour നമ്മൾ ഡെയിലി അല്ല ഓൾട്ടർനേറ്റ് ഡേയ്സിൽ 1 hour ചെയ്യണം എന്നുള്ളത്. ഇപ്പം സാധാരണ ഡോക്ടേഴ്സ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ റെഗുലർ ആക്ടിവിറ്റിയാണ് നമുക്ക് ആവശ്യം. അതായത് ഇപ്പൊ ചില ആൾക്കാരുണ്ട്, ഞാൻ ഇന്ന് നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു എക്സസൈസിന് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു 2-3 ദിവസം പോകും. അത് കഴിഞ്ഞ് ഒരു 4th day ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും പ്രശ്നം കൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് പിന്നെ ഒരു 1 week കഴിഞ്ഞായിരിക്കും വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം ഗ്യാപ്സ് ഇങ്ങനെ ഇതിനിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിൽ നിന്ന് നല്ലത് 30 to 40 minutes റെഗുലർ വാക്കിംഗ് നല്ലതാണെന്ന് ഡോക്ടേഴ്സ് പറയാറുണ്ട്. എന്ത് നിങ്ങൾ ചെയ്താലും ചെയ്യാൻ പ്രശ്നമില്ല, ബട്ട് ഇറ്റ് ഷുഡ് ബി റെഗുലർ എന്നാണ് പറയുന്നത്. പക്ഷെ സുംബയുടെ ഒരു ബേസിക് തിയറി എന്ന് പറയുന്നത് തന്നെ ഓൾട്ടർനേറ്റ് ഡേയ്സ് ചെയ്താൽ മതി. ഇപ്പം ഒരു ദിവസം ചെയ്യുമ്പോൾ 1 hour ചെയ്യുന്നു, കൂടുതൽ കാലറീസ് ബേൺ ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇത് ആക്ച്വലി ഒരു കോൺട്രഡിക്ടറി ആയിട്ട് സാധാരണക്കാർക്ക് തോന്നാം. ഒരു സുംബ ട്രെയിനർ എന്നുള്ള രീതിയിൽ എങ്ങനെ പറയുന്നു? ഇത് പറയുന്ന കാലറീസ് ബേൺ ചെയ്യുന്നത് കൊണ്ട് ഡെയിലി ചെയ്യുന്നതിനും കുഴപ്പമില്ല. ഞാനിപ്പം ഡെയിലി ചെയ്യുന്നുണ്ട്. എനിക്ക് ഇപ്പം ഒരു ദിവസം ഞാൻ 3 hours മിനിമം 3 hours ചെയ്യും. പിന്നെ എക്സ്ട്രാ കൊറിയോഗ്രാഫീസ് അതൊക്കെ വരുമ്പോൾ 4 hours ഡെയിലി ചെയ്യുന്നതിന് പ്രശ്നമില്ല. പക്ഷേ ഇത്രയും കാലറീസ് ബേൺ ആകുമ്പോൾ നമ്മൾ കൂടുതൽ ടയേർഡ് ആവും. നെക്സ്റ്റ് ഡേ ചെയ്യാൻ നമുക്ക് കുറച്ച് എനർജി കൂടുതൽ ആവശ്യം. പക്ഷെ ഒരു സാധാരണ മനുഷ്യന് ഇത് ഇത്രയും കാലറി ബേൺ ചെയ്താൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് ചെയ്താൽ മതി. വേണമെങ്കിൽ നെക്സ്റ്റ് ഡേ ഇതേപോലെ വാക്കിംഗ്, ലൈറ്റായിട്ട് എന്തെങ്കിലും ഒരു എക്സസൈസ്, ജിമ്മിൽ പോയി ഒരു കുറച്ച് വെയിറ്റ് ടോണിങ് അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ നടക്കുന്നതിൽ പ്രശ്നമില്ല, സൈക്കിൾ ചെയ്യുന്നതിന് പ്രശ്നമില്ല. പക്ഷെ സുംബ ഇത്രയും കാലറി നെക്സ്റ്റ് ഡേ ബേൺ ചെയ്യേണ്ട ആവശ്യമില്ല. റെസ്റ്റ് വേണം. അത്രയും ഒരു 24 hours എങ്കിലും ഇത് ചെയ്തിട്ട് റെസ്റ്റ് വേണം. കാരണം ഇത്രയും കാലറി ബേൺ ചെയ്യുന്നതുകൊണ്ട്. അതുകൊണ്ടാണ് ഓൾട്ടർനേറ്റ് ഡേയ്സ്. ഇപ്പൊ 1 hour എത്ര കാലറി സുംബയിൽ ബേൺ ചെയ്യാം? അത് ചെയ്യുന്നതനുസരിച്ചിരിക്കും. കൂടുതൽ എക്സേർട്ട് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ മിനിമം 800 to 1200 കാലറീസ് ബേൺ ആവും. ഞാൻ തന്നെ ഇപ്പോൾ 15 kg കുറഞ്ഞു സുംബ ചെയ്തിട്ട്. സുംബ ചെയ്യുന്നതിന് മുമ്പ് നല്ല തടിയുണ്ടായിരുന്നു. ഇപ്പോൾ സുംബ ചെയ്തിട്ട് 15 kg കുറഞ്ഞു. അപ്പോൾ അത്രയ്ക്ക് ഇഫക്റ്റീവാണ്. അപ്പോൾ ആൾക്കാർ തന്നെ ഞാൻ പറഞ്ഞ 8 ക്ലാസ്സിൽ 2 kg കുറഞ്ഞു. അതിൽ തന്നെ മനസ്സിലാക്കുക എത്ര എഫക്റ്റീവ്. ഇത് ഏതൊരു വർക്കൗട്ട് ചെയ്താലും ഇത്രയും, ചിലപ്പോൾ ഇത് ഞാൻ പറഞ്ഞ ഡയറ്റ് നോക്കാതെയാണ് ഇത്രയും വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഡയറ്റ് കൂടി കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഡയറ്റിന്റെ ആവശ്യമില്ല. ഈ സാധാരണ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവെ ശരീരം തടിക്കുന്നതിനേക്കാൾ ഉപരി ചില ഏരിയാസിൽ ഇപ്പം ബെല്ലി ഫാറ്റ് സ്ത്രീകൾക്ക് വലിയൊരു പ്രശ്നമാണ്. ഒരുപാട് പേര് അതിലൊരു ബുദ്ധിമുട്ട്. ചിലർക്ക് കയ്യിൽ ഫാറ്റ് പെട്ടെന്ന് ഡെപ്പോസിറ്റ്സ് വരുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്കാണെങ്കിൽ ഇപ്പൊ ഫേസിൽ ഇപ്പൊ ചീക്ക് പെട്ടെന്ന് ഡെപ്പോസിറ്റ്സ് വരും. അപ്പം അങ്ങനെ ഇപ്പൊ ഒരു ഏരിയ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു എക്സസൈസ് സുംബയിൽ പറയുന്നുണ്ടോ? ഇല്ല, ഇതിലെല്ലാ ഏരിയയും മൂവ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെ പിന്നെ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ മൂവ്മെന്റ്സ്, ഇപ്പം സ്ക്വാട്ട് ഇതിൽ വരുന്നുണ്ട്, പിന്നെ ടമ്മിക്ക് ക്രഞ്ചസ് വരുന്നുണ്ട്, ഒത്തിരി മൂവ്മെന്റ്സ് ഇത് വരുന്നുണ്ട്. പക്ഷെ നമ്മളത് ബേസിക് ആയിട്ട് ഇന്ന മൂവ്മെന്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നില്ല. ചെയ്യുമ്പോൾ നമ്മളുടെ ഹോൾ ബോഡി മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പൊ തന്നെ വെയിറ്റ് ലൂസ് ആയില്ലെങ്കിലും ടോൺഡ് ആവുന്നുണ്ട് ആൾക്കാർ. എന്ന് വെച്ചാൽ പറഞ്ഞ പോലെ തന്നെ ലൂസ് ഫാറ്റ്സ് ഒക്കെ പോകുന്നുണ്ട്. ആൾക്കാർ പറയുന്ന പണ്ട് ടൈറ്റ് ആയിരുന്ന ഡ്രസ്സൊക്കെ ഇപ്പൊ ഫിറ്റ് ആവുന്നുണ്ട്. പക്ഷെ വെയിറ്റ് ചിലർക്ക് ലൂസ് ആയിട്ടില്ല. കാണുന്നവർ പറയുന്നുണ്ട് മെലിഞ്ഞു, ടോണ്ടായി. പിന്നെ ഇതേപോലെ ടൈറ്റായ ഡ്രസ്സൊക്കെ ഫിറ്റ് ആവുന്നുണ്ട്. ഈ ലൂസ് ഫാറ്റ്സ് ഒക്കെ പോകുന്നു. ബെല്ലിയും പക്ഷെ ടമ്മി കുറയാൻ കുറച്ച് സമയം എടുക്കും. എന്നാലും ബാക്കിയുള്ള ഏരിയാസിലെ ലൂസ് ഫാറ്റ്സ് ഒക്കെ പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ കാഫ്സും തൈസും ഒക്കെ ഭയങ്കര ടോണ്ടായി കിട്ടും. ഈ സുംബ ചെയ്യുന്നോണ്ടുള്ള 2 ഗുണം, ഒന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ്, 2 മെന്റൽ ഫിറ്റ്നസ് വരുന്നത്. മെന്റലി നമ്മൾ ആ ഒരു 1 hour ആണെങ്കിലും കുറെ നല്ല പാട്ട്, കുറച്ച് നല്ല കൊറിയോഗ്രാഫി ചെയ്ത സോങ്സിന് നമ്മൾ സ്റ്റെപ്സ് ചെയ്യുന്നു. പിന്നെ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്നുള്ള നിലയിൽ കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് നമുക്ക് ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ പോസിറ്റീവ്സ്. അപ്പം എങ്ങനെയുള്ള ആൾക്കാര് ഇത് ചെയ്തുകൂടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? അങ്ങനെ ചോദിച്ചാൽ ഞാൻ എല്ലാവർക്കും ചെയ്യാം. കാരണം ക്യാൻസർ പേഷ്യൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അവർ ചെയ്യുന്നുണ്ട്. ഈ ഇടയ്ക്ക് ഞാനൊരു ഇതിൽ കണ്ടു, വീൽ ചെയറിലിരുന്ന ഒരു ലേഡി ചെയ്യുന്നുണ്ട്. വീൽ ചെയർ വെച്ച് റൊട്ടേറ്റ് ചെയ്യുന്നു. മീൻസ് ലെഗ്സ് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർ വീൽ ചെയറിനെ റൊട്ടേറ്റ് ചെയ്ത്, കാരണം എൻജോയ്മെന്റ് ആണ്. ഇതിൽ ഇന്ന അസുഖമാണ്. ഇപ്പം മൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ആ ക്രൗഡിൽ വന്ന് അവർ ഒരു ആൾക്കാരായിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷൻ, അതൊക്കെ അവരുടെ ആ ഒരു മെന്റലി, ഫിസിക്കലി പറ്റില്ലെങ്കിലും മെന്റലി അവർക്ക് നല്ലൊരു
ചേഞ്ചാണ്. ഇപ്പം ഏതെങ്കിലും പേഷ്യൻസോ എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാരാണെങ്കിലും അവർക്ക് ഈ ഒരു നമ്മൾ സുംബ ഫാമിലി എന്നാണ് പറയുന്നത്. നമ്മളൊരു ഇത്രയും ഒരു ക്രൗഡിനെ കിട്ടുമ്പോൾ ആ ഫാമിലിയിൽ അവർ വരുമ്പോൾ അവർക്ക് ഒരു നല്ലൊരു ചേഞ്ചാണ്. ഒരു സാധാരണ അറ്റ്മോസ്ഫിയർ അല്ല, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് ആ ഒരു ക്രൗഡിൽ നിന്ന് കിട്ടുന്നത്. കാരണം ചെയ്തില്ലെങ്കിലും സോങ് എൻജോയ് ചെയ്ത്, ചിലർ ചെയ്യാൻ പറ്റാത്തവർ ചെയറിലിരുന്ന് ചെയറിലിരുന്ന് ജസ്റ്റ് ആ സോങ്ങിൻ്റെ കൂടെ ബോഡി മൂവ് ചെയ്യുക, ഷേക്ക് ചെയ്യുക, സ്മൈൽ ചെയ്യുക, ബ്രേക്ക് ടൈമിൽ എൻജോയ് ചെയ്യുക. ഇപ്പം 3 songs വെച്ചിട്ടാണ് വാട്ടർ ബ്രേക്ക് കൊടുക്കുന്നത്. അപ്പോൾ 3 songs കഴിയുമ്പോൾ വന്ന ആൾക്കാർ ആ സോങ്ങിൻ്റെ ആ ഒരു ചെയ്തതിൻ്റെ ആ ഒരു ഇഫക്റ്റും ആ സോങ്ങിൻ്റെ പുതിയൊരു സോങ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റും എല്ലാവരും തമ്മിൽ ഷെയർ ചെയ്യുന്നത് വേറൊരു അറ്റ്മോസ്ഫിയറാണ്, സാധാരണ ഇതല്ല. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ചെയ്യാം, ഇന്ന ഒരാൾ ചെയ്തുകൂടാ അങ്ങനെയൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ എന്തൊരു അസുഖമാണെങ്കിലും ചെയ്തുകൂടാന്നില്ല. വന്ന് എൻജോയ്, ജസ്റ്റ് ആ ഒരു ക്രൗഡിൽ വന്ന സോങ് ഫീൽ ചെയ്ത് അറ്റ്ലീസ്റ്റ് ചെയറിലിരുന്നെങ്കിലും കാലൊക്കെ ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്യാം, അത്രമാത്രം. ഈ സുംബ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഓരോ എക്സസൈസിനും ഇപ്പോൾ നമുക്ക് കോസ്റ്റ്യൂംസിന്റെ കാര്യത്തിലൊക്കെ ഇത് പറയാറുണ്ട്, സ്പോർട്സ് ഷൂസ് വേണം, കാരണം ഡാൻസ് ചെയ്യും. സുംബയിലെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്? അത് തന്നെയാണ്, സ്പോർട്സ് ഷൂ വേണം, കാരണം ഒത്തിരി ലെഗ് മൂവ്മെന്റ്സ് വരുന്നുണ്ട്. സോഫ്റ്റ് സോൾ ആയിരിക്കണം, ഹാർഡ് സോൾ ആയിരിക്കും, സോഫ്റ്റ് സോൾ ആയിരിക്കണം. പിന്നെ സുംബ മീൻസ് ഫിറ്റ്നസ് കോസ്റ്റ്യൂം ആയിരിക്കണം, കംഫർട്ട് ആയിട്ടുള്ള ലോവർ ആയിരിക്കണം, ഫ്ലെക്സിബിൾ സ്ട്രെച്ചബിൾ ആയിരിക്കണം. പ്രത്യേകിച്ച് കോസ്റ്റ്യൂം പറയുന്നുണ്ടോ? സാധാരണ ഫിറ്റ്നസിന് പോകുമ്പോൾ സ്ട്രെച്ചബിൾ ആയിരിക്കണം ലോവർ, കാരണം അല്ലെങ്കിൽ മൂവ്മെന്റ്സ് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ടീഷർട്ടും ട്രാക്ക് സ്യൂട്ട്, സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ട്രാക്ക് സ്യൂട്ടാണ് പറയുന്നത്. പിന്നെ അവരുടെ ഓരോരുത്തർക്ക് പറ്റുന്ന രീതിയിൽ, മീൻസ് ഷർട്ട് ഇട്ട് ചെയ്തു കഴിഞ്ഞാലും കൈ അധികം പൊക്കാൻ പറ്റില്ല, റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും മൂവ്മെന്റ്സിൽ. ടീഷർട്ടും സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ലോവർ ആണെങ്കിൽ നമ്മുടെ എല്ലാ മൂവ്മെന്റ്സും നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കോസ്റ്റ്യൂമിൽ നമ്മുടെ ശ്രദ്ധ, ലേഡീസ് ആണെങ്കിൽ ചിലർ കുർത്തി സ്റ്റോപ്പ് ഇട്ട് ചെയ്യുന്നവരും ഉണ്ട്, അതും പ്രോബ്ലം ഇല്ല, ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ ഒരു സ്റ്റാൻഡേർഡ് ഇതെന്ന് പറയുന്നത് നമ്മൾ ടീഷർട്ടും ലോവറും ട്രാക്ക് സ്യൂട്ടും